കോഴിക്കോട് വിമാനത്താവളം വഴി ദുബായിലേക്ക് പോകാൻ 4 മണിക്കൂർ സമയമെടുക്കും. എന്നാൽ യാത്രയാക്കാൻ വന്നവർ വീട്ടിലെത്തും മുമ്പേ നമ്മൾ ദുബായിലെത്തുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇനി ദുബായിലെത്താൻ വെറും 2 മണിക്കൂർ മതിയാകുമെന്നാണ് UAE പറയുന്നത്. പക്ഷേ വിമാനം വഴിയല്ല, ട്രെയിനാണ് മാർഗം. കോഴിക്കോട് നിന്നല്ല, മുംബൈയിൽ നിന്നാണ് പദ്ധതി വരുന്നത്. സംഗതി സത്യമാവാൻ പോവുകയാണ് എന്നാണ് പുതിയ വിലയിരുത്തൽ. ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിൻ പ്രൊജക്ട് ഇതാണിപ്പോൾ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ദുബായിലെത്താൻ കഴിയുമോ? ദുബായ് മുംബൈ അണ്ടർ വാട്ടർ പദ്ധതി യാഥാർത്ഥ്യമാകുമോ? യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്കും UAEക്കും ഈ പദ്ധതി എങ്ങനെയൊക്കെയാണ് ഗുണകരമാവുക? നോക്കാം ഫാക്ട് ആൻഡ് ഫോക്ക്. 2018 ദുബൈയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ട്രെയിൻ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുന്നത്. ദുബായ് മുതൽ മുംബൈ വരെ ഒരു അണ്ടർ വാട്ടർ ട്രെയിൻ കേട്ടപ്പോൾ ആരും അവിശ്വസനീയമെന്ന് കരുതിയ ആശയം. പക്ഷേ UAEയിലെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആയിരുന്നു ആദ്യമായി ഈ ആശയം അവതരിപ്പിച്ചത്. മണിക്കൂറിൽ 600 മുതൽ 1000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ മുംബൈയിൽ നിന്നും ദുബൈയിലെത്താൻ 2 മണിക്കൂർ മതി. UAEയിലെ ഫുജൈറ തുറമുഖ നഗരത്തിൽ നിന്നാണ് മുംബൈയിലേക്കുള്ള കണക്ഷൻ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയുള്ളത്. 2018 UAE ഇന്ത്യ കോൺക്ലേവിൽ നാഷണൽ അഡ്വൈസർ ബ്യൂറോയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ ഷാഹിയാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അറബിക്കടലിനടിയിലൂടെ 2000 കിലോമീറ്റർ നീളത്തിൽ ട്രെയിൻ പാതയൊരുക്കുക. ഈ ട്രെയിൻ പാതയെ കടലിനടിയിൽ ഒരു ഫ്ലോട്ടിംഗ് ടണലിലൂടെയാണ് നിർമ്മിക്കുക. ഈ ടണലിനെ സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചില പില്ലറുകളുമായി ബന്ധിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ചില ട്യൂബുകൾ ഉണ്ടാകും. നിരവധി നേട്ടങ്ങളാണ് ഇങ്ങനെയുള്ള പദ്ധതിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. പദ്ധതി നിലവിൽ വന്നാൽ യാത്രാ സമയം വെറും 2 മണിക്കൂർ മതിയാകുമെന്നത് തന്നെയാണ് പ്രധാന നേട്ടം. ഇന്ത്യയും UAEയും തമ്മിലുള്ള വേഗത്തിലുള്ള ചരക്കു നീക്കമാണ് മറ്റൊരു പ്രധാന നേട്ടം. ഫുജൈറയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ, ക്രൂഡ് ഓയിൽ പോലും കൊണ്ടുവരാൻ, അതോടൊപ്പം തന്നെ നർമ്മദ നദിയിൽ നിന്ന് UAEയിലേക്ക് ശുദ്ധജലം കയറ്റുമതി ചെയ്യാൻ, ഇങ്ങനെയെല്ലാം ഈ പദ്ധതിയെ കൃത്യമായി വിനിയോഗിക്കാമെന്നും കരുതുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിലെ ഇന്ധന വില പോലും കുറക്കാനാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ മാക്സിമം വേഗത ഇപ്പോൾ മണിക്കൂറിൽ 180 കിലോമീറ്റർ ആണ്. വന്ദേ ഭാരത് ട്രെയിനുകളെക്കാൾ 5-6 ഇരട്ടി വേഗത്തിൽ, ബുള്ളറ്റ് ട്രെയിനുകളെക്കാൾ വേഗതയിൽ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ വരുന്നുവെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാകും. അതോടൊപ്പം ട്രെയിനിന്റെ ജാലകങ്ങൾ സുതാര്യമാവുകയും കൂടി ചെയ്താലോ, നീന്തുന്ന മത്സ്യങ്ങളെയും കടലിന്റെ അടിത്തട്ടിലെ അത്ഭുത ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര നല്ലൊരു ടൂറിസ്റ്റ് അനുഭവം കൂടി നൽകുമെന്നാണ് വിലയിരുത്തൽ. ടൂറിസമാണ് ദുബായിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ബുർജ് ഖലീഫ, പാം ഐലൻഡ് തുടങ്ങി ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ അനേകം ഉദ്യമങ്ങൾ നിർമ്മിച്ച് ദുബായ് മുൻകൈയെടുക്കുകയാണെങ്കിൽ ഈ ഉൾക്കടൽ പാത സാധ്യമാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം നിരവധി വെല്ലുവിളികളും കാണാതെ പോകരുത്. 2000 കിലോമീറ്ററാണ് കടലിനടിയിൽ ടണൽ നിർമ്മിക്കേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമാവില്ല. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നീളമുള്ള അണ്ടർ വാട്ടർ ടണൽ UK-യെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാനൽ ടണലാണ്. ഇത് വെറും 56 കിലോമീറ്റർ മാത്രമാണ് നീളമുള്ളത്. ഇതിൻ്റെ 50 മടങ്ങ് നീളമുള്ള ടണലാണ് ഇന്ത്യയെയും ദുബൈയെയും ബന്ധിപ്പിക്കാൻ വേണ്ടത്. കടലിൻ്റെ ആഴം, മർദ്ദം, ഭൂകമ്പ സാധ്യത, ഇങ്ങനെ അനേകം തലവേദനകൾ അതിജയിച്ചുള്ള എഞ്ചിനീയറിംഗ് ഈ പദ്ധതിക്ക് വേണം. എന്നാലേ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. മറ്റൊരു വെല്ലുവിളി പദ്ധതിക്ക് വേണ്ട വലിയ സാമ്പത്തിക ചെലവാണ്. ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരും. 2004 നിർമ്മിച്ച UK ഫ്രാൻസ് ചാനൽ ടണലിന് അന്ന് $12 ബില്യൺ ചെലവ് വന്നത്. അതിനേക്കാൾ 50 മടങ്ങ് വലിപ്പമുള്ള ടണൽ 2025 നിർമ്മിക്കാൻ ഇതിൻ്റെയും 10 മടങ്ങ് ചെലവ് വരുമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ പദ്ധതി നിലവിൽ വന്നാൽ യാത്രക്കും ടിക്കറ്റ് നിരക്കുമൊക്കെ എന്താകുമെന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. പ്രൊപ്പോസൽ 2 രാജ്യങ്ങളും അംഗീകരിച്ചാൽ, സാമ്പത്തിക സ്രോതസ്സുകൾ ആവശ്യമായത് കണ്ടെത്തിയാൽ, ഈ ട്രെയിൻ പാത കടന്നുപോകുന്ന എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ 2030 പദ്ധതി നടപ്പിലാകുമെന്നാണ് പറയപ്പെടുന്നത്. അതോടെ ലോകത്തെ പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് യാഥാർത്ഥ്യമാവുക. ഇന്ത്യയും UAEയും തമ്മിലുള്ള യാത്രയും കാർഗോയും ചരക്കു നീക്കങ്ങളെല്ലാം ലളിതമാക്കുന്ന ഈ പദ്ധതി വിമാനയാത്രക്ക് നല്ലൊരു ബദലാണ്. 2 രാജ്യങ്ങളുടെ വാണിജ്യവും ഗതാഗതവും മാറ്റിയെഴുതുന്ന പദ്ധതി. അതായിരിക്കും ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിൻ പ്രൊജക്ട്.